യശയ്യാവിന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ഐശയ്യാ chapter 53 verse 11. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ കർത്താവ് ഇന്ന് രാവിലെ നമ്മെ കാണുമ്പോൾ ഓരോ ദൈവമക്കളും ഓരോ വിശ്വാസികളും കർത്താവിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ്. അത് അതിൽ തന്നെ എന്തൊരു വലിയ ഭാഗ്യമാണ്. ഓരോ വിശ്വാസിക്കും ഓരോ ദൈവമക്കൾക്കും ധൈര്യമായി പറയാൻ സാധിക്കും, കർത്തൃമേശയോടുകൂടെ കർത്താവിനെ ഓർക്കുമ്പോൾ, കർത്താവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ വില കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, വലിയ അധ്വാനം കൂടെ കർത്താവ് കഴിച്ചിട്ടുണ്ട്. തൻ്റെ പ്രയത്നഫലം താൻ മാത്രം, ഇത് വേറെ ആർക്കും പങ്കില്ല. എന്തുമാത്രം നിന്ദയും വേദനയും ത്യാഗവും കർത്താവ് സഹിച്ചുവോ, എന്തുമാത്രം വില കൊടുത്തുവോ. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം പല ആവർത്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമാണ് കൊലോസ്യ ലേഖനം 1-ും 2-ും അധ്യായത്തിൽ നാം കാണാൻ കഴിയും. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തെക്കുറിച്ച് കൂടെ പറയുക. പൗലോസ് ആ ലേഖനം എഴുതുമ്പോൾ ആ രക്തത്തെക്കുറിച്ച് പറഞ്ഞിട്ട് മതിയാകുന്നില്ല. അപ്പോൾ അതിന്റെ പിന്നിൽ കൊടുത്ത ആ വിലയാണ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. ആർക്കും കൊടുക്കുവാൻ കഴിയാത്ത വീണ്ടെടുപ്പിന്റെ വിലയായ രക്തം. അതുപോലെ തന്നെയാണ് അതിന്റെ പിന്നിലുള്ള അധ്വാനം, കർത്താവിന്റെ അധ്വാനം, കർത്താവിന്റെ ഒരുക്കം. വെറുതെ അങ്ങോട്ട് ഓടിപ്പോവുകയല്ലായിരുന്നു. ഓരോ കർത്താവിന്റെ പ്രാർത്ഥനകളും കണ്ണുനീരും ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകിയ വിയർപ്പ് ആ വലിയ ചോരത്തുള്ളി പോലെയായി മാറുന്നതും എല്ലാം തന്നെ ദൈവത്തിന്റെ, കർത്താവിന്റെ പ്രയത്നഫലത്തിന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് രാവിലെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഓരോ വിശ്വാസിക്കും ഇന്ന് രാവിലെ ധൈര്യമായി പറയാൻ സാധിക്കും, കർത്താവേ, ഞാൻ അങ്ങയുടെ അധ്വാനത്തിന്റെ ഫലമാണ്. അങ്ങനെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ്. എനിക്ക് വിലയുണ്ട്, കർത്താവിനാണ് ആ വില. കർത്താവിന് ആ വിലയുള്ളത് കൊണ്ട് ആ വില വളരെ വലുതാണ്. ആർക്കും കൊടുക്കുവാൻ കഴിയുകയില്ല, ആർക്കും വർദ്ധിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സ്നേഹം, ദൈവം കൊടുത്ത വില, ദൈവത്തിന്റെ അധ്വാനം. അതുകൊണ്ട് ഇവിടെ കർത്താവ് ഇത് കണ്ട്, ഓരോ വിശ്വാസിയും കണ്ട്, ലോകത്തിന്റെ 5 വൻകരകളിൽ അനേക ലക്ഷങ്ങൾ കോടികൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്തൃമേശയെ ആചരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്റെ അധ്വാനത്തിന്റെ ഫലം, ഞാൻ വില കൊടുത്ത ആ വളരെ വില കൊടുത്ത, എന്റെ ജീവൻ കൊടുത്ത, എന്റെ രക്തം കൊടുത്ത, എന്റെ സ്നേഹം കൊടുത്ത, എനിക്ക് മുഴുവനും എനിക്കുള്ളതെല്ലാം കൊടുത്ത, സ്വർഗത്തെ കാലിയാക്കി ഞാൻ ഇവർക്ക് വേണ്ടി കൊടുത്ത ആ വില, അതെത്ര വലിയതാണ്. ആ അധ്വാനം എത്ര വലുതാണ്. അതുകൊണ്ട് എത്രയോ ആളുകളെ നിത്യനരകത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, നിത്യനാശത്തിൽ നിന്ന് വിടുവിപ്പാൻ, രക്ഷിപ്പാൻ, ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ, കർത്താവിന്റെ അധ്വാന ഫലം കണ്ട് കർത്താവിന് സന്തോഷിപ്പാൻ, ദൈവത്തിന്റെ ഹൃദയത്തിന് അത് തണുപ്പ് ലഭിപ്പാൻ സംഗതിയായിട്ട്. അതുകൊണ്ടാണ് ശിമ്യോൻ ആ ശിശുവിനെ കൈയേറിയപ്പോൾ, ഇത് കർത്താവ് കണ്ട കാര്യമാണ്, കർത്താവ് നോക്കിയ കാര്യമാണ്. അവിടെ ശിമ്യോൻ പറയുന്ന ഒരു വാക്കുണ്ട്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ, അവനവനെ കയ്യിലേന്തി, ശിമ്യോൻ ആ ശിശുവിനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കണം. എന്നിട്ട് പറയുക, ഇസ്രായേലിന്റെ മഹത്വം നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവരും. കർത്താവ് കണ്ട തൃപ്തനായതുപോലെ ശിമ്യോനും ആ ശിശുവിനെ കണ്ടപ്പോൾ, ലോകരക്ഷിതാവായ ദൈവപുത്രനായ രാജാവായി പിറന്ന ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പുത്രൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, മനുഷ്യ വേഷമെടുത്തവൻ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമുണ്ടായി
ഉണ്ടാക്കിയ ആ ദൈവപുത്രൻ, ഇവിടെ കർത്താവ് ക്രൂശിൽ മരിച്ചിട്ടില്ല. കർത്താവ് ജനിച്ചത് വളരെ ശിശുവാണ്. എന്നാൽ ആ ശിശുവിനെ കാണുമ്പോൾ ലോകരക്ഷിതാവായ സകല ജാതികൾക്കും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ, നിന്റെ പുത്രനെ എന്റെ കണ്ണ് കണ്ടു. വളരെ നിറഞ്ഞ ഒരു ഹൃദയത്തോടുകൂടെ, വളരെ സന്തോഷത്തോടുകൂടെ, ടോട്ടലി കംപ്ലീറ്റ്ലി തന്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ശിമ്യോനെ കാണുകയാണ്. അതിന്റെ ഒരു കാരണം എന്താ? ആ ശിശുവിനെ കണ്ടു എന്നുള്ളതാണ്. ആ ശിശുവിനെ കയ്യിലേന്തി എന്നുള്ളതാണ്. മതി, ഇനി എനിക്ക് സമാധാനത്തോടെ ഈ ലോകത്തോട് യാത്ര പറയാം. എന്റെ ജീവിതത്തിൽ ഇത്രയും പ്രായമായി, വളരെ ഓൾഡ് മനുഷ്യന്, വളരെ പ്രായമായ ഒരു ദൈവത്തിന്റെ ദാസനാണ്. ദൈവത്തിന്റെ വേല നിവർത്തിച്ച് വീട്ടിലേക്ക് കടന്നുപോയ ദൈവത്തിന്റെ ദാസനായ, എന്നാൽ തന്റെ ജീവിതത്തിൽ അന്ന് വരെ ഇല്ലാത്ത, അന്ന് വരെയും അനുഭവിക്കാത്ത ഒട്ടേറെ അനുഗ്രഹങ്ങൾ ആത്മീകമായി ദൈവികമായി അനുഭവിച്ച, വളരെ ദർശനമുള്ള, വളരെ ആത്മീക സന്തോഷം അനുഭവിച്ച, ദൈവത്തിന്റെ വേലയും ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്ത ഈ ദൈവത്തിന്റെ ദാസന് അതെല്ലാം കൂടെ കൂട്ടിവെച്ചാലും ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനോളം ഒക്കുകയില്ല. എന്താ കാരണം? ആരെ കയ്യിലിരിക്കുന്നത്? ലോകരക്ഷിതാവായ ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തു. എല്ലാ മുഴങ്കാലും മുട്ടുമടക്കാൻ പോകുന്ന ദൈവപുത്രൻ, എല്ലാ നാമം യേശുക്രിസ്തു കർത്താവ് എന്ന് പറയാൻ ഏറ്റുപറയാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തു, സാക്ഷാൽ ദൈവം വില കൊടുത്ത് നമ്മെ സ്നേഹിച്ച, നമ്മെ രക്ഷിച്ച നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവപുത്രൻ. മൂന്നാമതായിട്ട് കൊലോസ്യ ലേഖനത്തിലേക്ക് കടന്നു വരിക. അവിടുന്ന് 3 കാര്യം പറഞ്ഞ് ഞാൻ ഇരിക്കാം. കൊലോസ്യ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 12 മുതൽ താഴോട്ട് വായിക്കുക. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. ഇരുട്ടിന്റെ അധികാരം, പിശാചിന്റെ അധികാരം. ഈ അധികാരമാണ് ഇന്ന് ലോകത്തിൽ അവിടെ ഇവിടെ ഓടി നടന്ന് ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി, ഇരുട്ടിന്റെ അധികാരം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇരുട്ടിലിരുന്ന ജനം. മത്തായി സുവിശേഷത്തിലും നാം വായിക്കുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിൽ അന്ധകാരം ഭൂമിയെയും കൂരിയിട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിയെയും ദൈവം വിടുവിച്ചു. സ്നേഹ സ്വരൂപനായ പുത്രന്റെ രാജ്യത്വത്തിലാക്കിയിരിക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. നമ്മെ വിടുവിച്ചു എന്ന് മാത്രമല്ല, നമ്മെ ആക്കി വെച്ചു. ആ ദൈവത്തിന്റെ രാജ്യത്തിൽ ആക്കി വെച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു കാര്യമാണ് ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വില, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വില, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ അധ്വാനം. അത് തൊട്ട് താഴോട്ട് നാം വായിക്കുമ്പോൾ, മുന്നോട്ട് നാം വായിക്കുമ്പോൾ, അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നാം സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയാണ്, ആകണം എന്ന് അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായത് അദൃശ്യമായത്, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ട് സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പെയുള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. സകലത്തിനും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവ സമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി. നമ്മെ ദൈവത്തോട് നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തു, നമ്മെ വിളിച്ചു, നമ്മെ വേർതിരിച്ചു. നാം ഇന്ന് പൂർണ്ണമായി 100% കർത്താവിന്റെ വകയാണ്. ഓരോ വിശ്വാസികളും കർത്താവിന്റെ
മക്കളാണ്, വില കൊടുത്ത് വാങ്ങിച്ചവരാണ്, പ്രയത്നപരമാണ്. ദൈവത്തിന്റെ അധ്വാനം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ വീണ്ടെടുപ്പ് ആർക്കും ചെയ്യുവാൻ കഴിയാത്തത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്ത വലിയവരായ ദൈവത്തെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ ദൈവപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുറിവുകളെ ഇന്ന് രാവിലെ ചുംബിക്കാം, അവനെ ഓർക്കാം, അവനെ ആരാധിക്കാം, അവനെ ഉയർത്താം, അവനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.